സസ്പെൻഡ് ചെയ്തിട്ടും കോൺഗ്രസിന് വിട്ടൊഴിയാതെ രാഹുൽ ബാധ. രാഹുൽ MLA ആയി തുടരുന്നിടത്തോളം വിവാദങ്ങളിലെ ധാർമ്മിക ഉത്തരവാദിത്വം പാർട്ടിക്ക് തന്നെയെന്ന് വിമർശനം. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ന്യായീകരണങ്ങളൊക്കെ നിരത്തി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്താൽ പോലും MLA സ്ഥാനത്ത് തുടരാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടത്തിനില്ല എന്ന് ശക്തമായ ആക്ഷേപം തന്നെയാണ് ഉയരുന്നത്. ആ ഒരു ബാധ്യത പാർട്ടിക്ക് എക്കാലവും നിലനിൽക്കുകയില്ലേ? അതുകൊണ്ട് എന്തൊക്കെ ന്യായീകരണങ്ങൾ പാർട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരത്തിയാൽ പോലും ധാർമ്മിക ഉത്തരവാദിത്വം പാർട്ടിക്ക് മേൽ തന്നെ വന്നു ചേരുന്ന കാഴ്ചയല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? രാഹുലിന്റെ രാജി പ്രതീക്ഷിച്ചെടുത്ത് സസ്പെൻഷനിൽ നടപടിയെടുക്കിയതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങളുണ്ട്, അല്ലെങ്കിൽ വലിയ അമർഷമൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം രാഹുൽ രാജിവെക്കുമെന്ന സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ ഒരു 2-3 ദിവസമായി കോൺഗ്രസ്, അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസം മുൻപ്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മുൻപ് വരെ കോൺഗ്രസിലെ ഒരു പൊതു അഭിപ്രായം, നേതാക്കളുടെയൊക്കെ നിലപാടെന്നുള്ളത്. രാഹുൽ രാജിവെക്കുമെന്ന് ഉറപ്പ് കിട്ടിയതുകൊണ്ടാണ് വനിതാ നേതാക്കളടക്കം പരസ്യമായി രാഹുലിനെതിരെ രാഹുൽ രാജിവെക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ രാഹുൽ രാഷ്ട്രീയത്തിൽ നിന്ന്, സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറണമെന്നൊക്കെയുള്ള നിലപാടുകൾ ബിന്ദു കൃഷ്ണയെ പോലെയും ഒക്കെയുള്ള നേതാക്കൾ, ഉമാ തോമസിനെ പോലെയും ഒക്കെയുള്ള നേതാക്കൾ ഉന്നയിച്ചതും അതിൽ പെട്ടെന്നുണ്ടായ ഒരു യൂട്ടേൺ അടിയിൽ മുതിർന്ന നേതാക്കളുടെ യൂട്ടേൺ നിലപാടിൽ ഈ വനിതാ നേതാക്കൾക്കടക്കം അസംതൃപ്തി തികയുന്നുണ്ട്. കാരണം ഇനി രാഹുൽ രാജിവെച്ചാലും ഇല്ലെങ്കിലും ഉണ്ടാകേണ്ട ഡാമേജ് ഉണ്ടായി കഴിഞ്ഞു എന്നുള്ളതാണ് വിലയിരുത്തൽ. അത് ഇനി ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാലും ഇല്ലെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ അതിന്റെ അനന്തരഫലങ്ങൾ പാർട്ടി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളതാണ് നേതാക്കൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ നേതൃത്വത്തിന്റെ നിലവിലുള്ള രാഹുലിനെ സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ രാഹുലിന്റെ രാജി വേണ്ട എന്നുള്ളൊരു നിലപാടിൽ കടുത്ത അമർഷം തന്നെ പാർട്ടിയിൽ പുകയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ രാഹുലിനെ സംരക്ഷിച്ചു നിർത്താൻ ഷാഫി പറമ്പിൽ നടത്തിയ നീക്കങ്ങൾ, അതിലും വലിയ അമർഷമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസത്തിന് മുൻപ് വരെ ഈ രാഹുൽ രാജിവെക്കണം എന്നുള്ളതായിരുന്നു രമേശ് ചെന്നിത്തലയും VD സതീശനും അടക്കമുള്ള നേതാക്കളുടെ നിലപാട്. എന്നാൽ ഷാഫി പറമ്പിൽ ചില നീക്കങ്ങൾ നടത്തിയതോടുകൂടി രാഹുലിന്റെ MLA സ്ഥാനം കൃത്യമായി സംരക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിലും ഈ പറയുന്ന വനിതാ നേതാക്കൾക്കടക്കം വലിയ അമർഷമുണ്ട് എന്നുള്ളതാണ്. കാരണം പാർട്ടിയെ ഇതുവരെ ഇല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് രാഹുൽ തള്ളിവിട്ടത്. ഒരുപക്ഷെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ട് എന്നുള്ളതായിരുന്നു പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. അങ്ങനെ അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യവും രാഹുലിന്റെ വിവാദത്തോടുകൂടി തകർന്നു വീണു എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുന്നത്. ഇപ്പോൾ ഇപ്പോൾ ഈ സമയത്തൊക്കെ കോൺഗ്രസ് ഗൃഹസന്ദർശനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഗൃഹസന്ദർശന പരിപാടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. ആ സമയത്തേക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രാദേശിക തലം തൊട്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ഒരു നിലപാട് എന്നുള്ളത്. ഏത് തരത്തിൽ രാഹുലിന്റെ ഈ നടപടികളെയും അതിൽ പാർട്ടി സ്വീകരിച്ച നിലപാടിനെയും ന്യായീകരിക്കുമെന്നുള്ളതാണ് അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തത്. കാരണം ഒരു MLA-ക്കെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങൾ, അയാൾക്കെതിരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോഴും രാഹുൽ ടെക്നിക്കലി കോൺഗ്രസിന്റെ തന്നെ MLA ആണ്. അപ്പോൾ ആ കോൺഗ്രസിന്റെ MLA തന്നെ രാഹുൽ തുടരുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതെങ്ങനെ ഈ പറയുന്ന രീതിയിൽ അനുഭാവികളുടെ മുന്നിലും സാധാരണക്കാരുടെ മുന്നിലുമൊക്കെ ഈ ബൂത്ത് തല പ്രവർത്തകർ വിശദീകരിക്കുമെന്നുള്ള ചോദ്യവും വിവിധ നേതാക്കൾ ഉയർത്തുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം പ്രശ്നമായി നിൽക്കുകയാണ് കോൺഗ്രസിൽ എന്നുള്ളതാണ്. ഇതിനിടയിൽ കോൺഗ്രസിൽ നേതാക്കളെ പലരെയും ബന്ധപ്പെടാൻ, പ്രത്യേകിച്ച് പരസ്യമായി രാഹുലിനെ വിമർശിച്ച നേതാക്കളെ അടക്കം ബന്ധപ്പെടാൻ, രമേശ് ചെന്നിത്തല പോലെയുള്ള മുതിർന്ന നേതാക്കളെയൊക്കെ ബന്ധപ്പെടാൻ രാഹുൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആരും രാഹുലിനോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഷാഫി പറമ്പിലെ പോലെയുള്ള വിരലിലെണ്ണാവുന്ന നേതാക്കൾ മാത്രമാണ് ഇപ്പോഴും രാഹുലുമായി ആശയവിനിമയം നടത്താനെങ്കിലും തയ്യാറാകുന്നത്. തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ചർച്ചകൾ കൊണ്ടുവരാൻ രാഹുൽ ശ്രമിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അതേ നിലപാട് തന്നെയാണ് രാഹുൽ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ പരസ്യമായി വിമർശിക്കുന്ന നേതാക്കളെയും ഒക്കെ അറിയിക്കാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ താൻ പാർട്ടിയെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രതിരോധിച്ച ഒരാളാണ്, പാർട്ടിക്ക് വേണ്ടി പരസ്യ നിലപാടുകൾ സ്വീകരിക്കുകയും പലരും വേട്ടയാടിയപ്പോഴും അതിനെതിരെയൊക്കെ ശക്തമായ നിലപാടുകളുമായി രംഗത്ത് വരികയും ആ വികാരം, പാർട്ടി വിരുദ്ധ വികാരമൊക്കെ തിരിച്ചുവിടുന്നതിലും അല്ലെങ്കിൽ പാർട്ടിയെ അതിശക്തമായി പ്രതിരോധിക്കാനും കഴിഞ്ഞ ഒരു നേതാവാണ്. തന്നെ ഈ രീതിയിൽ കൈവിടുന്നത് ശരിയല്ല, തനിക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ നേതാക്കളുമായി രാഹുൽ പങ്കുവയ്ക്കുന്നത്. പക്ഷേ അതിൽ പലരും രാഹുലിനെ കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. കേൾക്കാൻ തയ്യാറാകുന്ന നേതാക്കളിൽ പലരും രാഹുലിനെ വിശ്വസിക്കാനും ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. എന്തായാലും രാഹുൽ ഉണ്ടാക്കിയിട്ടുള്ളത് വലിയൊരു ഡാമേജ് ആണ്. ആ ഡാമേജ് പരിഹരിക്കാൻ പാർട്ടിക്കൂടെയൊന്നും കഴിയില്ല എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെ നേതാക്കളുണ്ട്. പക്ഷേ അപ്പോഴും മുതിർന്ന നേതൃത്വം സ്വീകരിച്ച പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന്റെ ഒറ്റ നിലപാടിൽ മുതിർന്ന നേതാക്കളടക്കം ഈ നിലപാട് സ്വീകരിച്ചതിൽ വലിയ അമർഷമുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഷാഫി പറമ്പിൽ മുതിർന്ന നേതാക്കളെക്കാളും വലിയ പവർ ഹൗസായി പാർട്ടിയിൽ മാറുന്നു എന്നുള്ള വിമർശനം പോലും കോൺഗ്രസ്
കോൺഗ്രസിൽ സജീവമായി ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം മൊത്തം ഇത്രയധികം നേതാക്കളുടെ ഒറ്റയടിക്കുള്ള തീരുമാനത്തെ സ്വാധീനിക്കാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം ഒരു വശത്തുണ്ട്. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് വിജയം എന്നുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെ നേട്ടങ്ങൾ മാത്രം എന്നുള്ള രീതിയിലാണോ കോൺഗ്രസ് പോകേണ്ടത്, അതോ കോൺഗ്രസ് പാർട്ടിയുടെ ഇത്രയധികം വലിയ വർഷത്തെ പാരമ്പര്യമുള്ള പാർട്ടിയാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്ന നേതാക്കളുമുണ്ട്. എന്തായാലും രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ സസ്പെൻഷൻ എന്നുള്ളത് ശക്തി കുറഞ്ഞൊരു നടപടിയായി പോയി, പാർട്ടിക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു നടപടിയല്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിലെ ഒരു വലിയൊരു വിഭാഗം നേതാക്കളുടെയും പൊതുവികാരം എന്നുള്ളത്. ശരി പ്രജിത്ത്, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇപ്പോഴും പാർട്ടി കടുത്ത പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത് എന്നുള്ളത് തന്നെയാണ് വസ്തുത. പ്രജിത്ത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.